ഞാൻ നടക്കണ്ടെന്ന്. അപ്പൊ നിനക്കറിയാം ഞാൻ നിന്റെ പിന്നാലെ കുറെ കാലമായിട്ട് നടക്കുന്ന കാര്യം. എന്താണ് എന്റെ പ്രശ്നം? എനിക്ക് നിന്നെ ഇഷ്ടമാണ്. എൻ്റെ എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. ശരി, തനിക്ക് എന്നെ കുറിച്ച് എന്തൊക്കെ അറിയാന്ന് പറ. തൻ്റെ കല്യാണം കഴിഞ്ഞാണെന്നും ഹസ്ബൻഡ് ഇപ്പോൾ കൂടില്ലെന്നും തനിക്കൊരു മോനുണ്ടെന്ന് എനിക്കറിയാം. അപ്പം തനിക്ക് എന്നെക്കുറിച്ച് ഒന്നും അറിയില്ലെന്ന് സാരം. എങ്കിൽ ഞാൻ തന്നെ എന്നെക്കുറിച്ച് പറയാം. ഞാനൊരു ഓർഫണാണ്. അച്ഛനാരാണെന്ന് പോലും എനിക്കറിയില്ല. ആകെ ഉണ്ടായിരുന്ന ഒരമ്മയാണ്. എനിക്ക് 5 വയസ്സുള്ള സമയത്ത് മിഠായി മേടിച്ചതെന്ന് പറഞ്ഞാൽ പള്ളിയിൽ മുന്നിൽ കൊണ്ടുപോയി നിർത്തി. രാത്രിയായിട്ട് അമ്മ വന്നില്ല. അവസാനം ഒരു മദർ എന്നെ കണ്ടു, കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. അപ്പോൾ അവർക്ക് മനസ്സിലായി എൻ്റെ അമ്മ എന്നെ ഇട്ടിട്ട് പോയതാണ്. അവസാനം അവരെന്നെ ഒരു ഓർഫനേജിലാക്കി. അവിടെ എന്നൊക്കെ 2 ദിവസം മുന്നേ വന്നൊരു കൊച്ചുണ്ടായിരുന്നു, വർഷ. ഞങ്ങൾ നല്ല കമ്പനിയായി. ഞങ്ങൾ പുതിയ പിള്ളേരായതുകൊണ്ട് തന്നെ അവിടുത്തെ പല പിള്ളേർക്കും ഞങ്ങളെ വലിയ താല്പര്യമില്ലായിരുന്നു. ഞങ്ങൾ എപ്പോഴും ഒരുമിച്ചായിരുന്നു, എല്ലാ കാര്യത്തിനും. ഫ്രണ്ട് എന്നതിലുപരി അവളെന്റെ കൂടപ്പിറപ്പിനെ പോലെയായിരുന്നു. പോലെയല്ല, ആണ്. ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞങ്ങളുടെ ചെറിയ ലോകത്തിൽ. അങ്ങനെ പഠിച്ച് നല്ല ജോലി കിട്ടിയപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. എന്നിട്ട് ഒരേ കമ്പനിയിൽ ജോലി ചെയ്യാനും തുടങ്ങി. അപ്പോഴാണ് വർഷ രാഹുലിനെ കണ്ടുമുട്ടുന്നതും അവര് റിലേഷനിലാവുന്നതും. അവരങ്ങനെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. രാഹുലിന്റെ വീട്ടുകാർക്ക് അവനൊരു ഓർഫനെ കല്യാണം കഴിക്കുന്നത് തീരെ താല്പര്യമില്ലായിരുന്നു. അവര് രജിസ്റ്റർ മാരേജ് ചെയ്യാൻ തീരുമാനിച്ചു. അത്രയും ഹാപ്പി ആയിട്ടുള്ള വർഷേനെ ഞാൻ ഇതിനു മുന്നേ കണ്ടിട്ടില്ല. പിന്നെ അവരുടെ ലൈഫില് ഒരു കൊച്ചു സന്തോഷം കൂടി വന്നു. എടി, ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം കേട്ടോ. ഞാൻ വരുന്നതിന് കൊച്ചിനെ പൊന്നുമല്ലോ നീ കാണാം. നിന്നൊക്കെ നന്നായിട്ട് ഞാൻ നോക്കും. അമ്മ പോയിട്ട് വരാം കേട്ടോ. പോയിട്ട് വരാവേ. അപ്പൊ ഞാൻ അറിഞ്ഞില്ല ഇനി എൻ്റെ വർഷേനെ എനിക്കൊരിക്കലും കാണാൻ പറ്റില്ലെന്ന്. അവര് പോയ ഓട്ടോ ആക്സിഡൻ്റായി അവരപ്പം തന്നെ
സ്വന്തമായിട്ട് ആരില്ലാത്ത അവസ്ഥ അനുഭവിച്ച ഒരാളല്ലേ. എൻ്റെ മോന് അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. അവൻ്റെ അച്ഛനും അമ്മയൊക്കെ ഇപ്പം ഞാനാ. എൻ്റെ വർഷം എന്നെ ഏൽപ്പിച്ച് പോയത് അവനെ. അയ്യോ, എനിക്കവനെ സ്കൂളിൽ നിന്ന് പോയിട്ട് പിക്ക് ചെയ്യണം. ഒരു 5 മിനിറ്റ് ലേറ്റ് ആയി തന്നെ വാശി പിടിക്കും. ശരി. ഇനി മുതൽ ഞാനും വരാം മോനെ കൂട്ടാം.